ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ് കോർണർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 1ാമത്തെ യൂണിറ്റിൽ നിന്നുള്ള 1ാമത്തെ ചാപ്റ്ററാണ്. എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി എന്നാണ് നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു സ്റ്റോറിയുടെ പേര്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മളുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. ഈ ഒരു സ്റ്റോറിയിലൂടെ നമ്മൾ കാണുന്നത് ഒരു ഗ്രാൻഡ് സണ്ണും ഗ്രാൻഡ് മദറും. അവർ തമ്മിൽ വളരെയധികം അടുപ്പത്തിലാണ്. ഒരുപാട് ഇഷ്ടമാണ് ഗ്രാൻഡ് മദറിന് ആ ഒരു ഗ്രാൻഡ് സണ്ണിന് തിരിച്ചും. അപ്പോൾ അവർ ഒരു യാത്ര പോവുകയാണ്. എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ഈ ഗ്രാൻഡ് മദറിൻ്റെ കണ്ണട മാറ്റാറായിട്ടുണ്ട്. ഏകദേശം 10 വർഷത്തിന് മുകളിലായി അവരത് യൂസ് ചെയ്യുന്നു. അപ്പം അത് മാറ്റാനായിട്ട് മസൂരി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുകയാണ് അവർ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് അടുത്തുള്ള ടൗണാണ് മസൂരി എന്ന് പറയുന്നത്. അടുത്തെന്ന് പറയുമ്പം 2 ദിവസത്തെ യാത്ര എടുക്കും അവിടെ എത്താനായിട്ട്. അപ്പം മസൂരിയിലുള്ള കണ്ണിൻ്റെ ഹോസ്പിറ്റലിൽ ഡോക്ടറിനെ കാണിച്ചിട്ട് കണ്ണടയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇവർ യാത്ര പോകുന്നത്. പക്ഷേ നമ്മളുടെ ഗ്രാനിക്ക് വേറെ കുറേ ഉദ്ദേശങ്ങളുണ്ട്. കുറേ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അതൊക്കെ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ തയ്യാറായിട്ടാണ് ഗ്രാനി പോകുന്നത്. ഗ്രാനിക്ക് കണ്ണ് അത്രയ്ക്ക് അങ്ങോട്ട് കാണുന്നില്ല, ക്ലിയർ ആയിട്ട് കാണുന്നില്ല എന്നൊക്കെ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കയറി കാണാം, അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അങ്ങനെ അവർ നടന്ന് ബസ് കിട്ടുന്ന സ്ഥലത്തെത്തുകയും അങ്ങനെ ഗ്രാനി ബസ്സിൻ്റെ ടിക്കറ്റൊക്കെ എടുത്ത് വെച്ച് ഇരിക്കുകയാണ്. ആ സമയത്ത് നമ്മളുടെ ഗ്രാൻഡ് സണ്ണിൻ്റെ പേരെന്താണ്? മണി എന്നാണ്. അവൻ അവിടെ അടുത്തുള്ള ഒരു റിവറിൽ കുളിക്കാൻ വേണ്ടി പോയതായിരുന്നു. അപ്പോൾ അവന് ഈ ബസ്സിൻ്റെ ഹോണ് കേട്ടിട്ട് ഓടി ബസ്സിൻ്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. ബസ് മിസ്സാവോ എന്നുള്ളൊക്കെ ടെൻഷനിലാണ് ഇവൻ ഓടി വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളുടെ ബസ്സിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് വളരെ മോശമായിരുന്നു. പഴയ ബസ്സാണ്. അത് മാത്രമല്ല ബസ് മൂവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പാർട്സൊക്കെ ഇങ്ങനെ ഇളകുന്ന ശബ്ദം അതിനുള്ളിൽ ട്രാവൽ ചെയ്യുന്ന പാസഞ്ചേഴ്സിനെയൊക്കെ വളരെയധികം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആകെ മസൂരിയിലേക്ക് ഈ ഒരു ബസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വേറെ ഒരു ഓപ്ഷൻ ഇല്ല പാസഞ്ചേഴ്സിന് ഈ ഒരു ബസ്സിൽ കയറുക എന്നുള്ളതല്ലാതെ. അപ്പോൾ ഇനി നമുക്ക് ബാക്കി ഭാഗം നോക്കാം. The driver drove at some speed and whenever he went round a bend, everyone in the bus was thrown about. അപ്പോൾ നമ്മളുടെ ഈ ഒരു ബസ്സിൻ്റെ ഡ്രൈവർ അത്യാവശ്യം സ്പീഡിലാണ് ഈ ഒരു ബസ് ഓടിക്കുന്നത്. Whenever he went round a bend, everyone in the bus was thrown about. അപ്പം അദ്ദേഹം ടേൺ ചെയ്യുന്ന സമയത്ത് വണ്ടി ടേൺ ചെയ്യുന്ന സമയത്ത് വലിയ വളവൊക്കെ വളയ്ക്കുന്ന സമയത്ത് ആ ബസ്സിലുള്ള പാസഞ്ചേഴ്സൊക്കെ ഉണ്ടല്ലോ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ വീഴും. ഓക്കെ. In spite of all the noise and confusion, Granny fell asleep, her head resting against Mani's shoulder. അപ്പം ഇൻസ്പൈറ്റ് ഓഫ് ഓൾ ദ നോയ്സ്, ഇങ്ങനെ പല ശബ്ദങ്ങളും പല കൺഫ്യൂഷൻസും ഒക്കെ ഈ ബസ്സിനുള്ളിൽ നടക്കുന്നുണ്ട്. പക്ഷേ നമ്മളുടെ ഗ്രാനി നല്ല സുഖമായിട്ട് ഉറങ്ങുകയാണ്. ഹെർ ഹെഡ് റെസ്റ്റിംഗ് അഗെയിൻസ്റ്റ് മണീസ് ഷോൾഡർ, മണീൻ്റെ ഷോൾഡറിൽ തല ചാരി വെച്ച് നല്ല സുഖമായിട്ടാണ് നമ്മളുടെ ഗ്രാനി ഉറങ്ങുന്നത്. സഡൻലി ദ ബസ് കെയിം ടു എ ഗ്രൈൻഡിങ് ഹോൾട്ട്. അപ്പം പെട്ടെന്ന്, സഡൻലി മീൻസ് പെട്ടെന്ന് ദ ബസ് കെയിം ടു എ ഗ്രൈൻഡിങ് ഹോൾട്ട്. ഗ്രൈൻഡിങ് മീൻസ് ഇങ്ങനെ അരയ്ക്കുന്ന അല്ലെങ്കിൽ പൊടിക്കുന്നത് പോലത്തെ ഒരു ശബ്ദം. ആ ശബ്ദത്തോടു കൂടി ബസ് അങ്ങ് നിന്നുപോയി. ഹോൾട്ട് മീൻസ് നിൽക്കുക. ഓക്കെ. പീപ്പിൾ വർ ത്രോൺ ഫോർവേഡ് ഇൻ ദെയർ സീറ്റ്സ്. അപ്പോൾ ആളുകൾ അവരുടെ സീറ്റിൽ നിന്നിങ്ങനെ മുന്നോട്ട് വന്നു. വാട്ട് ഈസ് ഹാപ്പനിങ്? ഗ്രാനി ആസ്റ്റ്. ഹാവ് വി അറൈവ്ഡ്? അപ്പം എന്താ സംഭവിക്കുന്നത്? ഗ്രാനി ചോദിക്കുകയാണ്. ഹാവ് വി അറൈവ്ഡ്? നമ്മൾ സ്ഥലത്ത് എത്തിയോ എന്ന് ചോദിക്കുകയാണ്. നോ, സംതിങ് ഈസ് ബ്ലോക്കിംഗ് ദ റോഡ്, സെറ്റ് മണി. അപ്പോൾ ഗ്രാനീനോട് മണി പറയുകയാണ്, ഇല്ല, നമ്മൾ സ്ഥലത്ത് എത്തിയതൊന്നും അല്ല, സംതിങ് ഈസ് ബ്ലോക്കിംഗ് ദ റോഡ്, എന്തോ ഒന്ന് റോഡ് ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് എ ലാൻഡ് സ്ലൈഡ്, എക്സ്ക്ലെയിംഡ് സംവൺ, ആൻഡ് ഓൾ ദ പാസഞ്ചേഴ്സ് പുട്ട് ദെയർ ഹെഡ്സ് ഔട്ട് ഓഫ് ദ വിൻഡോസ് ടു ടേക്ക് എ ലുക്ക്. അപ്പം ഇറ്റ് ഈസ് എ ലാൻഡ് സ്ലൈഡാണ്, അതായത് മണ്ണിടിച്ചിലാണ് എന്ന് ആരോ ഒരാൾ പറഞ്ഞു. ആൻഡ് ഓൾ ദ പാസഞ്ചേഴ്സ് പുട്ട് ദെയർ ഹെഡ്സ് ഔട്ട് ഓഫ് ദ വിൻഡോസ് ടു ടേക്ക് എ ലുക്ക്. അപ്പം ആ ഒരു ബസ്സിലുള്ള എല്ലാ യാത്രക്കാരും എന്താ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു വിൻഡോയിലൂടെ തല പുറത്തേക്കിട്ട് നോക്കുകയാണ്. ഇറ്റ് വാസ് എ ബിഗ് ലാൻഡ് സ്ലൈഡ്. അത് വലിയൊരു മണ്ണിടിച്ചിൽ തന്നെയായിരുന്നു. എർത്ത്, ട്രീസ് ആൻഡ് ബുഷസ് ഹാഡ് ഗിവൺ വേ ആൻഡ് കം ക്രാഷിംഗ് ഡൗൺ, കംപ്ലീറ്റ്ലി ബ്ലോക്കിംഗ് ദ റോഡ്. അപ്പോൾ മണ്ണ് മാത്രമാണോ? അല്ല, മണ്ണുണ്ട്, അതേപോലെ മരങ്ങൾ, ബുഷസ്, കുറ്റിച്ചെടികൾ, ഇതൊക്കെ വന്ന് താഴേക്ക് പതിച്ചിട്ടുണ്ട്. ആ ഒരു മണ്ണിടിച്ചിലിൻ്റെ ഭാഗമായിട്ട് മരങ്ങളും കുറ്റിച്ചെടികളും എല്ലാം വന്ന് താഴേക്ക് വീണിട്ടുണ്ട്. കംപ്ലീറ്റ്ലി ബ്ലോക്കിംഗ് ദ റോഡ് മുഴുവനായിട്ട് ബ്ലോക്ക് ആയിട്ടുണ്ട് എന്ന് പറയാണ്. നോർ വാസ് ഇറ്റ് ഓവർ യെറ്റ്. ഇപ്പോഴും തീർന്നോ? ഇല്ല, ഇപ്പോഴും മണ്ണിടിച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഡെബ്രിസ് വാസ് സ്റ്റിൽ ഫോളിങ്. ഡെബ്രിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവശിഷ്ടങ്ങൾ. അപ്പോൾ അതിൻ്റെ ബാക്കി ഇപ്പോഴും ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
മണി സോ റോക്സ് ഹേർട്ട്ലിംഗ് ഡൗൺ ദ ഹിൽ ആൻഡ് ഇൻ ടു ദ റിവർ. മണി നോക്കുന്ന സമയത്ത് എന്താണ് കണ്ടത്? പാറക്കഷ്ണങ്ങളൊക്കെ കുന്നിൻ്റെ താഴേക്കും അതേപോലെ റിവറിലേക്കും ഒക്കെ വീഴുന്നത് കാണുകയാണ്. നോട്ട് എ സ്യൂട്ടബിൾ പ്ലേസ് ഫോർ എ ബസ് സ്റ്റോപ്പ് ഒബ്സർവ്ഡ് ഗ്രാനി ഹു കുഡിൻറ്റ് സീ എ തിങ്. അപ്പോൾ ഗ്രാനി ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിട്ട് പറയുകയാണ്, ഇത് ഒരു ബസ് സ്റ്റോപ്പിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു സ്ഥലമൊന്നും അല്ല. എന്താണ്? ഹു കുഡൻറ്റ് സീ എ തിങ്. ഗ്രാനി ഒരു കാര്യം കണ്ടിട്ടില്ല. എന്താണ്? മണ്ണിടിച്ചിലിൻ്റെ കാര്യമോ അല്ലെങ്കിൽ മരങ്ങളും ബുഷസും ഒക്കെ ഇങ്ങനെ റോഡിലേക്ക് വീണ് ബ്ലോക്കായി കിടക്കുന്ന കാര്യം ഒന്നും ഗ്രാനി കണ്ടിട്ടില്ല. ഗ്രാനി ആകെ പറഞ്ഞത് എന്താണ്? ഇത് ബസ് സ്റ്റോപ്പിന് പറ്റിയ സ്ഥലമൊന്നും അല്ല എന്നിങ്ങനെ നോക്കിയിട്ട് പറയാണ്. ഈവൻ ആസ് ഷീ സ്പോക്ക് a shower of stones and small rocks came clattering down on the roof of the bus. അപ്പോൾ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മഴ പെയ്യുന്നത് പോലെ ചെറിയ കല്ലുകളും പാറക്കഷ്ണങ്ങളും ഒക്കെ എന്താണ് ബസ്സിൻ്റെ റൂഫിൽ, അതായത് ബസ്സിൻ്റെ മുകളിൽ വന്നിങ്ങനെ വീഴാണ്. പാസഞ്ചേഴ്സ് ക്രൈഡ് ഔട്ട് ഇൻ അലാം. അതായത് പാസഞ്ചേഴ്സ് ഈ വീഴുന്ന ശബ്ദം കേട്ടിട്ട് അവരെല്ലാവരും ഇങ്ങനെ ബഹളം വെക്കാണ്. ദ ഡ്രൈവർ ബിഗാൻ റിവേഴ്സിങ് ആസ് മോർ റോക്സ് കെയിം ക്രാഷിംഗ് ഡൗൺ. അപ്പം ഡ്രൈവർ എന്താ ചെയ്യുന്നത്? കൂടുതൽ എന്താണ് ചെറിയ കല്ലുകളും പാറക്കഷ്ണങ്ങളും ഒന്നും വീഴുന്നതിന് മുമ്പായിട്ട് റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, വണ്ടി റിവേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ഐ നെവർ ഡിഡ് ട്രസ്റ്റ് മോട്ടോർ റോഡ്സ് സെറ്റ് ഗ്രാനി. അപ്പോൾ ഗ്രാനി പറയുകയാണ്, ഈ മോട്ടോർ റോഡ്സിനൊന്നും, വണ്ടി പോകുന്ന റോഡിനൊന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്ന്. ദി ഡ്രൈവർ കെപ്റ്റ് ബാക്കിംഗ് അൺടിൽ ദേ വർ വെൽ അവേ ഫ്രം ദ ലാൻഡ് സ്ലൈഡ്. അപ്പം എന്താണ് ഡ്രൈവർ ചെയ്തത്? ഈ ഒരു ബസ് മാക്സിമം റിവേഴ്സ് എടുത്തു. ആ ഒരു ലാൻഡ് സ്ലൈഡ്, അതായത് മണ്ണിങ്ങനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, അത് നിന്നിട്ടില്ലല്ലോ, മണ്ണിങ്ങനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ അടുത്ത് നിന്ന് മാക്സിമം ദൂരോട്ടായിട്ട് ബസ് കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്തു. ദെൻ എവ്രി വൺ ടംബിൾഡ് ഔട്ട് ഓഫ് ദ ബസ്. അപ്പം ആ ഒരു ബസ്സിനുള്ളിലുള്ള എല്ലാവരും തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഭയങ്കര കുതറിക്കൊണ്ട് ആ ഒരു ബസ്സിൻ്റെ പുറത്തേക്ക് വന്നു എന്നാണ് പറയുന്നത്. ദേ കുഡ് ടെൽ ഇറ്റ് വുഡ് ടേക്ക് ഡേയ്സ് ടു ക്ലിയർ ദ റോഡ്. അവർക്ക് എന്താണ് പറയുന്നത്? ഒരുപാട് ദിവസം എടുക്കും ഈ ഒരു റോഡൊന്ന് ക്ലിയർ ചെയ്ത് എടുക്കണമെങ്കിൽ എന്ന്. മോസ്റ്റ് ഓഫ് ദ പാസഞ്ചേഴ്സ് ഡിസൈഡഡ് ടു റിട്ടേൺ ടു 9 വിത്ത് ദ ബസ്. അപ്പം എന്താണ് ആ ഒരു ബസ്സിലുള്ള കൂടുതൽ യാത്രക്കാരും എന്ത് ഡിസൈഡ് ചെയ്തു? ആ ഒരു ബസ്സിൽ തിരിച്ച് 9ലേക്ക് തന്നെ പോകാം എന്നുള്ള കാര്യം. ബട്ട് എ ഫ്യൂ ബോൾഡ് സ്പിരിറ്റ്സ് എഗ്രീഡ് ടു വാക്ക് ടു മുസൂറി ടേക്കിംഗ് എ ഷോർട്ട് കട്ട് അപ്പ് ദ മൗണ്ടെയിൻ വിച്ച് വുഡ് ബൈപ്പാസ് ദ ലാൻഡ് സ്ലൈഡ്. അപ്പോൾ എന്താ പറയുന്നത്? പക്ഷേ എന്താണ് ഫ്യൂ ബോൾഡ് സ്പിരിറ്റ്സ്, അതായത് കുറച്ച് മനക്കട്ടിയുള്ള ആളുകൾ അല്ലെങ്കിൽ കുറച്ച് ധൈര്യശാലികളായിട്ടുള്ള ആളുകൾ തീരുമാനിക്കുകയാണ് മുസൂറിയിലേക്ക് നടന്നു പോകാമെന്ന്. ഓക്കെ, ടേക്കിംഗ് എ ഷോർട്ട് കട്ട് അപ്പ് ദ മൗണ്ടെയിൻ വിച്ച് വുഡ് ബൈപ്പാസ് ദ ലാൻഡ് സ്ലൈഡ്. അപ്പോൾ ഈ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായതുകൊണ്ട് റോഡൊക്കെ ബ്ലോക്കാണ്. അപ്പോൾ അതുവഴി പോകാൻ പറ്റില്ല. സോ എന്താണ് ഒരു ഷോർട്ട് കട്ട് എടുത്ത് പോകാം എന്ന് പറയുകയാണ്. അപ്പം കുറച്ച് ധൈര്യവാന്മാരായിട്ടുള്ള ആളുകൾ അത്തരത്തിലൊരു തീരുമാനം എടുത്ത് നടന്ന് മുസൂറിയിലേക്ക് ഷോർട്ട് കട്ട് വഴി പോകുകയാണ് കേട്ടോ. മണി ലുക്ക്ഡ് അറ്റ് ഗ്രാനി. ഷാൽ വി ഗോ ബാക്ക്? അപ്പോൾ മണി ഗ്രാനീനെ ഇങ്ങനെ നോക്കിയിട്ട് ചോദിക്കുകയാണ്, ഷാൽ വി ഗോ ബാക്ക്? നമുക്ക് തിരിച്ച് പോയാലോ? ഇറ്റ്സ് ഓൺലി 10 miles said ഗ്രാനി. ഗ്രാനി പറയണം, ആകെ 10 മൈൽസേ ഉള്ളൂ. വി ഡിഡ് ദാറ്റ് യെസ്റ്റർഡേ. നമ്മൾ ഇന്നലെ അത്രയും ദൂരം നടന്ന് വന്നിട്ടുള്ളതാണ്, അതുകൊണ്ട് നമുക്കതൊരു പ്രശ്നമല്ല, നമുക്ക് നടന്നു പോവാം എന്ന് ഗ്രാനി ആരോട് പറയണം? മണീനോട് പറയാണ്. സോ ദേ സ്റ്റാർട്ടഡ് ക്ലൈംബിങ് എ നാരോ പാത്ത്. അപ്പം അവരെന്താണ് ഇടുങ്ങിയ വഴിയിലൂടെ ആ ഒരു മല ഇങ്ങനെ കയറാൻ തുടങ്ങി. ആൻഡ് ബൈ ദ ടൈം ദേ ഗോട്ട് ടു ദ ടോപ്പ് ഓഫ് ദ മൗണ്ടെയിൻ ഗ്രാനി ആൻഡ് മണി വെർ ഓൺ ദെയർ ഓൺ. അപ്പം മണിയും ഗ്രാനിയും ഈ ഒരു മൗണ്ടെയിൻ കയറി അതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തിയ സമയത്ത് എന്താണ് ഗ്രാനിയും മണിയും മാത്രമാണ് ആ ഒരു മലയുടെ മുകളിൽ അപ്പോൾ ഉണ്ടായിരുന്നത്. ദെയർ വില്ലേജ് വാസ് ഹിഡൻ ബൈ ദ റേഞ്ച് ടു ദ നോർത്ത്. അവരുടെ ഗ്രാമത്തിൻ്റെ ഒരു നോർത്ത് ഭാഗത്തായിട്ട് മല ആ ഒരു റേഞ്ച് നിൽക്കുന്നത് കൊണ്ട് അവരുടെ വില്ലേജ് ഹിഡൻ ആയിരുന്നു, അതായത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഫാർ ബിലോ റഷ്ഡ് ദ റിവർ. ഒരുപാട് താഴെയായിട്ട് ഒരു റിവറ് കുത്തി ഒഴുകി പോകുന്നുണ്ട്. ഫാർ അബവ് സർക്കിൾഡ് എ ഗോൾഡൻ ഈഗിൾ. ഒരുപാട് മുകളിലായിട്ട് ഒരു ഗോൾഡൻ ഈഗിൾ ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നുണ്ട്. ഡിഡ് യു ബ്രിങ് എനി ഫുഡ് ഫ്രം അങ്കിൾസ് ഹൗസ് ആസ്ക്ഡ് മണി. അപ്പം മണി ഗ്രാനീനോട് ചോദിക്കുകയാണ്, അങ്കിളിൻ്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന്. നാച്ചുറലി സെഡ് ഗ്രാനി, ഐ ന്യൂ യു വുഡ് സൂൺ ബി ഹംഗ്രി. അപ്പം എന്താണ് ഗ്രാനി പറയുകയാണ്, കൊണ്ടുവന്നിട്ടുണ്ട്, എനിക്കറിയാം നിനക്ക് പെട്ടെന്ന് തന്നെ വിശക്കും എന്നുള്ള കാര്യം, അതുകൊണ്ട് ഞാൻ അങ്കിളിൻ്റെ വീട്ടിൽ നിന്ന് ഫുഡ് എടുത്തിട്ടുണ്ട് എന്ന് പറയാണ്. ദർ ആർ പക്കോറാസ് ആൻഡ് ബൺസ് ആൻഡ് പീച്ചസ് ഫ്രം അങ്കിൾസ് ഗാർഡൻ. പക്കോറാസും ബണ്ണും ഒക്കെ എന്താണ് ഫുഡ് ഐറ്റംസ് ആണ് കേട്ടോ.
ആൻഡ് പീച്ചസ് ഫ്രം അങ്കിൾസ് ഗാർഡൻ. അങ്കിളുടെ ഗാർഡനിൽ നിന്ന് എന്തോ എടുത്തിട്ടുണ്ട്, പീച്ചസ്, അത് ഫ്രൂട്ടാണ്, അതും എടുത്തിട്ടുണ്ട് എന്ന് ഗ്രാനി പറയാണ്. ഗുഡ് സെഡ് മണി ഫോർഗെറ്റിംഗ് ഹിസ് ടയർഡ്നെസ്. അപ്പം ഫുഡ് കിട്ടുമെന്ന് അറിഞ്ഞ സമയത്ത് ഇതാണ് നല്ലത്, ഗുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് മണി അവൻ്റെ ടയർഡ്നെസ്, അവൻ്റെ ക്ഷീണമൊക്കെ അങ്ങ് മറന്നുപോയി. വി വിൽ ഈറ്റ് ആസ് വി ഗോ അലോങ്. അപ്പോൾ എന്താണ്, ഒരുപാട് നടക്കുന്ന സമയത്ത് നമുക്ക് കഴിക്കാമല്ലോ എന്ന് പറയാണ്. വി വിൽ സ്റ്റോപ്പ് വെൻ യു ആർ ടയേർഡ് ഗ്രാനി. ഗ്രാനി എന്താണ് ടയേർഡ് ആവുന്ന സമയത്ത് നമുക്ക് നിർത്താം, അല്ലെങ്കിൽ നമുക്ക് റെസ്റ്റ് ചെയ്യാമെന്ന് പറയാണ്. ഓ ഐ ക്യാൻ വാക്ക് ഫോർ അവർ സെഡ് ഗ്രാനി. ഗ്രാനി പറയാണ്, എനിക്ക് നന്നായിട്ട് നടക്കാൻ പറ്റും, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ നന്നായിട്ട് നടക്കുമെന്നും പറഞ്ഞിട്ട് ഗ്രാനി ചിരിക്കുകയാണ്, ലാഫിങ്. ബട്ട് നോട്ട് ഇഫ് ഇറ്റ് ഈസ് റെയിനിങ്. പക്ഷേ എന്താണ്, മഴയാണെങ്കിൽ എനിക്ക് പറ്റില്ല, നടക്കാൻ പറ്റില്ല. ദിസ് അംബ്രല്ല ലീക്സ് ബാഡ്ലി. എന്തുകൊണ്ടാണ്, ഈ ഒരു കുട വളരെയധികം ചോരുന്നുണ്ട്, എന്താണ്, അംബ്രല്ല ലീക്ക് ആവുന്നുണ്ട്, അതുകൊണ്ട് എന്താണ്, മഴയത്ത് നടക്കാൻ പറ്റില്ല എന്ന് പറയാണ് ഗ്രാനി. ഡൗൺ അഗെയിൻ ദേ വെൻറ്റ് ആൻഡ് അപ്പ് ദ നെക്സ്റ്റ് മൗണ്ടെയിൻ ആൻഡ് ഓവർ വെയർ വിൻഡ്സ്വെപ്റ്റ് hillsides and up through a dark gloomy deodar forest. അപ്പോൾ എന്താണ്, ഡൗൺ അഗെയിൻ ദേ വെൻറ്റ്, അവർ ഒരു കുന്നിങ്ങനെ ഇറങ്ങി, അപ്പ് ദ നെക്സ്റ്റ് മൗണ്ടെയിൻ ആൻഡ് ഓവർ ബെയർ വിൻഡ്സ്വെപ്റ്റ് ഹിൽസൈഡ്സ്. അപ്പം എന്താണ്, അടുത്ത മൗണ്ടെയിൻ്റെ മുകളിലായിട്ട് എന്താണുള്ളത്, ഓവർ ബെയർ വിൻഡ്സ്വെപ്റ്റ് ഹിൽസൈഡ്സ്, എപ്പോഴും കാറ്റടിക്കുന്ന ഒരു കുന്നിൻ ചെരിവാണ് ഉള്ളത്. ആൻഡ് അപ്പ് ത്രൂ എ ഡാർക്ക് ഗ്ലൂമി ഡിയോഡർ ഫോറസ്റ്റ്. പിന്നെ എന്താണ് മുകളിലായിട്ടുള്ളത്, ഒരു ഡാർക്കായിട്ടുള്ള ഗ്ലൂമി ആയിട്ടുള്ള ഒരു ഡിയോഡർ ഫോറസ്റ്റ്. ഡിയോഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവദാരുവാണ്. അപ്പോൾ ദേവദാരു മരങ്ങളുള്ള ഒരു കാടും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ താണ്ടി വേണം ഇവർക്ക് പോകാനായിട്ട്. ആൻഡ് ദെൻ ജസ്റ്റ് ആസ് ഇറ്റ് വാസ് ഗെറ്റിംഗ് ഡാർക്ക് ദേ സോ ദ ലൈറ്റ്സ് ഓഫ് മുസൂറി ട്വിങ്ക്ലിംഗ് അഹെഡ് ഓഫ് ദം. അപ്പോൾ എന്താണ്, ഇരുടാവാനായ സമയത്ത് ഇവരിങ്ങനെ ഈ ഫോറസ്റ്റൊക്കെ താണ്ടി നടന്നങ്ങനെ വരികയാണ്. ആ സമയത്ത് ഇവർക്ക് എവിടെയാണ് എത്തേണ്ടത്, മുസൂറിയിലാണ്. അപ്പോൾ മുസൂറിയിലെ എന്താണ്, ഇങ്ങനെ തിളങ്ങുന്ന ലൈറ്റ്, വെട്ടം അവർ കാണുകയാണ്, മുന്നിലായിട്ട് അവർ കാണുന്നു. ആസ് ദേ കെയിം നിയറർ ദ ലൈറ്റ്സ് ഇൻക്രീസ്ഡ്. അപ്പോൾ എന്താണ്, അവർ മുസൂറിയുടെ അടുത്തേക്ക് എത്തുന്നതിനനുസരിച്ച് ആ ലൈറ്റ് ഇങ്ങനെ കൂടിക്കൂടി വന്നു. അൺടിൽ പ്രസൻ്റ്ലി ദേ വർ ഇൻ എ ബ്രൈറ്റ്ലി ലിറ്റ് ബസാർ. അപ്പോൾ അവസാനം അവരെവിടെ എത്തിച്ചേർന്നു, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള, അതായത് നല്ല വെളിച്ചമുള്ള ഒരു ബസാറിൽ, ഒരു അങ്ങാടിയിൽ എത്തിച്ചേർന്നു. ജോസ്റ്റിൽഡ് ഇൻ ദ ക്രൗഡ്. ജോസ്റ്റിൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉന്തിത്തള്ളുക എന്നുള്ളതാണ്. ക്രൗഡ് മീൻസ് ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. അപ്പം ഇവരുടെ എന്താണ്, ഭയങ്കരമായിട്ടുള്ളൊരു ക്രൗഡാണ്. അപ്പം അതിലിങ്ങനെ ഉന്തിത്തള്ളി ഇങ്ങനെ മുന്നോട്ട് പോവാണ് ഇവർ. ഗ്രാനി kept one hand firmly on Mani's shoulder so that she did not lose him. അപ്പോൾ എന്താണ്, ഗ്രാനി മണിയുടെ ഷോൾഡറിൽ വളരെ മുറുക്കെ ഒരു കൈകൊണ്ട് പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ്, അവർക്ക് മണീനെ നഷ്ടപ്പെട്ടില്ല. ഓക്കെ, അപ്പം വളരെ തിക്കും തിരക്കുമാണ് ആ ഒരു അങ്ങാടിയിൽ. അതുകൊണ്ട് ആ ആൾക്കൂട്ടത്തിനിടയിൽ ആ കുട്ടീനെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഗ്രാനി അവൻ്റെ ഷോൾഡറിൽ മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അവനെ നഷ്ടപ്പെട്ടില്ല. They asked around for the cheapest hotel but there were no cheap hotels. അപ്പോൾ എന്താണ്, അവിടെ ചീപ്പായിട്ടുള്ള ഹോട്ടൽസ് ഉണ്ടോ എന്ന് ഗ്രാനിയും അതേപോലെ മണിയും അന്വേഷിക്കുകയാണ്, പലരോടും ചോദിക്കുകയാണ്. പക്ഷെ എന്താണ്, ബട്ട് ദർ വർ നോ ചീപ്പ് ഹോട്ടൽസ്. അവിടെയൊന്നും ചീപ്പായിട്ടുള്ള ഹോട്ടൽസ് ഉണ്ടായിരുന്നില്ല. അതായത് അവർക്ക് താമസിക്കാനായിട്ട് തുച്ഛമായ പണം കൊടുത്ത് താമസിക്കാൻ പറ്റുന്ന ഒരു ഹോട്ടലാണ് അവർ തിരഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ എന്താണ്, അവിടെ അത്തരത്തിലുള്ളൊരു ഹോട്ടൽ ഉണ്ടായിരുന്നില്ല. സോ ദേ സ്പെൻഡ് ദ നൈറ്റ് ഇൻ എ ധർമ്മശാല അഡ്ജോയിനിങ് ദ ടെമ്പിൾ. അപ്പം അന്ന് രാത്രി ഒരു ക്ഷേത്രത്തിനോട് ചേർന്നിട്ടുള്ള ഒരു ധർമ്മശാലയിലാണ് അവർ താമസിച്ചത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു വെക്കുന്നത്. സോ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ നെക്സ്റ്റ് പാർട്ടായിട്ട് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.